സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 3 10 തിരുവചനം. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ടുകളയുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 3 അധ്യായം 10 തിരുവചനത്തിൽ സ്നാപക യോഹന്നാൻ ജനങ്ങളോട് സംസാരിക്കുകയാണ്. ന്യായവിധിയാണ് യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗ വിഷയം. എന്താണ് ന്യായവിധി? ആ പദത്തിൽ തന്നെ അർത്ഥമാക്കുന്നുണ്ട് ന്യായമായ വിധിയെന്ന്. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ദൈവം ന്യായപ്രമാണം നൽകി. പ്രത്യേകം ഓർക്കുക, അത് അന്യായമായ പ്രമാണമല്ല, ന്യായപ്രമാണമാണ്. ന്യായമായി നാം അനുസരിച്ച് നടക്കുവാനുള്ള കൽപ്പനകൾ, ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ, ആജ്ഞകൾ, മുന്നറിയിപ്പുകൾ, ഇവയെല്ലാം ചേർത്ത് ന്യായപ്രമാണമെന്ന് പറഞ്ഞു വരുന്നു. ആ ന്യായപ്രമാണം അനുസരിക്കുവാൻ മനുഷ്യൻ ബാധ്യസ്ഥരാണ്. ദൈവവചനം അനുസരിച്ച് നടക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നിർബന്ധിക്കുന്നു. എന്നാൽ നാം ദൈവവചനം ഉപേക്ഷിച്ച് നടക്കുമ്പോൾ, അഥവാ ദൈവത്തിൻ്റെ ന്യായപ്രമാണം തള്ളിക്കളഞ്ഞ് അവിടുത്തെ വചനം അനുസരിക്കാതെ ജീവിക്കുമ്പോൾ അത് ന്യായവിധിക്ക് കാരണമായിത്തീരും. ഇവിടെ മനുഷ്യൻ്റെ ന്യായവിധി സംബന്ധിച്ച് യോഹന്നാൻ സ്നാപകൻ ഒരു ഉപമയിലൂടെയാണ് സംസാരിക്കുന്നത്. ആ ഉപമ വൃക്ഷവും അതിന് ചുവട്ടിൽ വച്ചിരിക്കുന്ന കോടാലിയുമാണ്. വൃക്ഷം ഈ ഭൂമിയിൽ വസിക്കുന്ന ഓരോ മനുഷ്യനുമാണ്. അതെ, എന്നെയും നിങ്ങളെയും ഓരോരോ വൃക്ഷമായി ഉപമിച്ച് സാദൃശ്യപ്പെടുത്തി ഇവിടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു യോഹന്നാൻ സ്നാപകനിലൂടെ. അങ്ങനെ ഞാനും നിങ്ങളുമാകുന്ന വൃക്ഷത്തിന് ചുവട്ടിൽ എന്ന് പറയുമ്പോൾ പ്രത്യേകം നാം അടിവരയിട്ട് ചിന്തിക്കേണ്ടതാണ്. ന്യായവിധി നമ്മുടെ മുമ്പിൽ തന്നെയാണ്, അധികം ദൂരത്തല്ല എന്ന് അർത്ഥം. നാം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമി ദൈവത്തിൻ്റെ തോട്ടമാണ്. ദൈവത്തിൻ്റെ തോട്ടമായ ഈ ഭൂമിയിൽ ദൈവം നട്ടിരിക്കുന്ന വൃക്ഷങ്ങളാണ് ഓരോ മനുഷ്യരും. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെയൊക്കെ തോട്ടത്തിൻ്റെ ഉടയവനായ, അഥവാ തോട്ടം നട്ടുപിടിപ്പിച്ച ദൈവം തന്നെ വെട്ടിക്കളയുവാനിടയാവും. ആവക ചേർത്ത് തീയിലിടും. ഇത് നരകത്തിൻ്റെ ഒരു ദർശനമാണ്. ഇവിടെ നമുക്ക്
ആവശ്യമായിരിക്കുന്നത് നല്ല ഫലം കായ്ക്കാനുള്ള സമർപ്പണമാണ്. നല്ല സ്വഭാവത്തിന്, നല്ല ശീലത്തിന്, ദൈവഭക്തിക്ക്, ദൈവസ്നേഹത്തിന്, ദൈവവചനപ്രകാരമുള്ള ജീവിതത്തിന് നമുക്കൊരു സമ്പൂർണ്ണ സമർപ്പണം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ നാം നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളായി രൂപപ്പെടും. ആമേൻ. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം, വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം, ഇടം വലവും ഇരുൾ പെരുകി ഇല്ലവേ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. മുള്ളിൽ കുടുങ്ങി തേങ്ങരയും ഒരു പാവമാണേ ഞാൻ, എന്നെ തിരക്കി തേടി വരുവാൻ പ്രിയനേശു നീ മാത്രം. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. എന്നെ കുരുക്കാൻ തീർത്ത കെണികൾ പ്രിയനേശു ഭേദിച്ചു. ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം, വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം, ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥാ, ഇല്ല